ഹായ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? ഞാനിന്ന് നോർമലായിട്ടുള്ളൊരു ഡേത്തെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ സാധാരണ എല്ലാ ദിവസങ്ങളിലും രാവിലെ കുളി കഴിഞ്ഞിട്ട് തന്നെ കേട്ടോ വിളക്ക് വെച്ചിട്ടാണ് അടുക്കളയിൽ കയറാറുള്ളൂ കേട്ടോ. എന്നത്തെയും പോലെ ഇന്നും അതുപോലെ ഞാൻ ചെയ്യുന്നു. പിന്നെ ഞാൻ അടുത്തായിട്ട് ചെയ്യുക, രാവിലെ പാട്ട് വെക്കാറുണ്ട് കേട്ടോ ടി വിയിൽ. പിന്നെ ഫ്രണ്ട് ഡോറൊക്കെ ഒന്ന് തുറന്നിടും, കുറച്ച് വെട്ടം വെളിച്ചമൊക്കെ ഒന്ന് ഉള്ളിൽ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കാറുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി പാൽ തിളപ്പിച്ചിട്ടുണ്ട്. ചോറ് ഞാൻ വരുമ്പോഴത്തേനും അമ്മ അത് ചൂടാക്കിയിട്ട് ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുക, അപ്പോൾ അമ്മ അത് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിരിക്കണു. അപ്പോൾ ഞാൻ പാൽ വെച്ചു. പിന്നെ കൂർക്ക വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലൊക്കെ ഉപ്പൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ ഒക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ തലേ ദിവസം. അതായത് കൂർക്ക, മീൻ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ മീനും നല്ല നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂർക്കയും നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയിലാട്ടോ എപ്പോഴും വെക്കാറ്. അപ്പോൾ അതിൽ ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ മീൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം കഴിയണ മീൻ കറിയാണ്, നമ്മൾ വേഗം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ അത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വെക്കണതാണ് ഇഷ്ടം. അതായത് മത്തി മാത്രം കേട്ടോ. നമ്മൾ അയില, വെട്ടുമീൻ അങ്ങനത്തെ മീനൊക്കെ മേടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കാറ്. തേങ്ങാപ്പാലാണ് കൂടുതലും ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഈ മത്തിപ്പുളി ആയിട്ട് വെക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ രാവിലെ ശിവയ്ക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട, മോൾക്ക് ചോറ് കൊണ്ടുപോകണ്ട. അവൾ അംഗനവാടി പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. പിന്നെ അമ്മയ്ക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. അമ്മയ്ക്ക് 8:30 പോവും വേണം. അതിനുള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞാലാണ് ഫുഡൊക്കെ റെഡി ആവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഒരു വല്ലാത്ത പണിയാണ് ഉണ്ടാവാറ്. അപ്പോൾ മീൻ കറിക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം കൂർക്കപ്പേരിക്കുള്ളതും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂർക്കപ്പേരിക്ക് നമ്മൾ ചെറിയുള്ളിയും പിന്നെന്താ ചീനിമുളകും കൂടി കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് ഇടിക്കല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അടുത്ത ചീഞ്ചട്ടിയിൽ അത് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ വറുത്തിടലേ വേണ്ടുള്ളൂ, വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ളതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ പരമാവധി ഒരു ചട്ടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കൂട്ടോ. അതിന് കഴുകി റീയൂസ് ചെയ്യാനായിട്ട് നോക്കാറ്. അപ്പോൾ അത്രയും പാത്രങ്ങൾ ഒഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ കടുക് പൊട്ടിച്ച് നമ്മൾ ഉപ്പേരിക്ക് വറുത്തിട്ട് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പാത്രമൊക്കെ ഒഴിവാക്കി അത് കഴുകിയിട്ട് പിന്നെ അതിൽ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശയ്ക്കുള്ളത് ഇവിടെ ശിവയ്ക്ക് അതാണ് ഇഷ്ടം. അവൾ അതുണ്ടെങ്കിലാണ് കേട്ടോ ഇഡ്ഡലിക്കൊക്കെ അത് വേണം, ആ ചമ്മന്തി, എന്നാലേ അവൾക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലിൽ പിന്നെ ദോശ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അതും കൂടി ഉണ്ടാക്കി കാസറോളിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണിയും കഴിയുമല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ദോശയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി മീൻ മേടിച്ചു. അതിലും പിന്നെ വേറൊരു ടൈപ്പ് കട്ട് ചെയ്ത് ഉണ്ടാക്കണ മീനാട്ടോ കിട്ടിയത്. അത് ഞാൻ ക്ലീൻ ചെയ്തതൊന്നുമില്ല, നേരെ ഫ്രിഡ്ജിൽ വെച്ചു. ഈവനിങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പാത്രം അറിയാമല്ലോ, കിച്ചണിലെ പണി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും കേട്ടോ കഴുകാൻ. അതൊക്കെ കഴുകി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അടിക്കൽ തുടയ്ക്കൽ അതൊക്കെ അമ്മ ചെയ്യും കേട്ടോ. അമ്മയ്ക്ക് ടൈം കിട്ടുന്ന പോലെ അമ്മ ചെയ്തിട്ടാണ് പോവാറ്. കിച്ചണിലോട്ട് അങ്ങനെ പറ്റില്ല കേട്ടോ, കാരണം ഞാനവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയോ. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒന്നും തുടയ്ക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഞാനാട്ടോ കിച്ചണൊക്കെ വൃത്തിയാക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നും ഇവിടെ സ്റ്റൗവും മറ്റേ സിങ്കൊക്കെ എപ്പോഴും കഴിക്കും. എല്ലാവരും അങ്ങനെ ആയിരിക്കും, അങ്ങനെ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ സ്റ്റൗവിൽ വേഗം കറ വരുമല്ലോ. അപ്പോൾ അതിന് വരാനുള്ള വഴി വരുത്താറില്ല. പിന്നെ അടുക്കളയൊക്കെ നന്നായിട്ട് തുടച്ചിട്ടു. പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ രാവിലെ കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ എടുത്ത് കഴിക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ദോശയുണ്ട്, പിന്നെ ഉള്ളിയും തക്കാളിയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ മീൻ കറിയുണ്ട്, മത്തിക്കറിയുണ്ട്, പിന്നെ കൂർക്കയും കൂടി ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പപ്പടം, അച്ചാറ്, ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറുതിനെ വിളിക്കുക എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു ടാസ്ക്കാണ്. അവൾ രാത്രി വൈകിട്ടാണ് ഉറങ്ങുക. നമ്മൾ എത്ര നിർബന്ധിച്ചാലും രാത്രി വൈകിട്ടായിട്ട് ഉറങ്ങുക. രാവിലെ എണീക്കാൻ നല്ല മടിയാവും. പിന്നെ അങ്ങനെ വല്ല പ്രകാരം നെയ്പ്പിച്ചു. പിന്നെ എണ്ണയൊക്കെ തേപ്പിച്ച് പല്ലൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ.
പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഉഷാറായി. പിന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം റെഡിയാക്കി സുന്ദരിമണി ആക്കിയിട്ട് ഞാൻ അംഗനവാടിക്ക് വിടാൻ പോവാണ് കേട്ടോ. ഞാൻ കൊണ്ടാക്കുക ചെയ്യുക വണ്ടിയിൽ. അങ്ങനെ അത് അവളെ കൊണ്ടാക്കി വന്നു കേട്ടോ. അവളെ കൊണ്ടാക്കിയിട്ട് ഇതാണ് കേട്ടോ ഉള്ള അംഗനവാടി. അവളെ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നു. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുക ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ടാറ്റാ.